ഗൈസ് നമ്മൾ നിൽക്കുന്നത് വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേക്സ് ആയ ലേക്ക് കോമോ ആണ്. ഇത് എന്താ പറയുക, ഇറ്റാലിയൻ ആൽപ്സ് ആട്ടോ ചുറ്റും കാണുന്നത്. പല സെലിബ്രിറ്റീസിനും ഇവിടെ വില്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്രാവിറ്റിയിലെ ആക്ച്വലി ജോർജ് ക്ലൂണി, പിന്നെ നമ്മുടെ ബ്രാഡ് പിറ്റിനുണ്ട്, മഡോണയ്ക്കുണ്ട്, ഇവർക്കൊക്കെ ഇവിടെ വില്ലാസ് ഉണ്ട്. അപ്പം ഇവർ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവരുടെ ഫാൻസൊക്കെ ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇത് ഇറ്റലിയിൽ 3rd ലാർജസ്റ്റ് ലേക്കും കൂടിയാണ് ലേക്ക് കോമോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലേക്ക് കോമോയിലെ എന്താ പറയുക, അവരുടെ റിലീജിയസ്ലി മാത്രമല്ല അവരുടെ ഹിസ്റ്ററിയും അവരുടെ ഒരു എന്താ പറയുക കൾച്ചറൊക്കെ ആയിട്ട് അവർ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് എന്നൊക്കെ പറഞ്ഞ് അവർ ചെറിഷ് ചെയ്യുന്ന കോമോ കത്തീഡ്രലാണ്, അല്ലെങ്കിൽ ഡ്യോമോ ഡി കോമോ. ബിറ്റ്വീൻ 14th to 18th സെഞ്ച്വറിയിലാണ് ഇത് പണിയാൻ തുടങ്ങിയത്. 14th സെഞ്ച്വറി തുടങ്ങി. പക്ഷേ ഇതിൻ്റെ ഡോം റൗണ്ട് ഡോമാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്ക് 18th സെഞ്ച്വറി ആയി. ഇവർ പറയണത് അത്രയും സെഞ്ച്വറിയിൽ നമ്മൾ പറയില്ലേ ഓരോ ജനറേഷനിലും മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഇവോൾവ് ചെയ്ത് വന്ന ആർട്ടിസ്ട്രിയിലെ വ്യത്യാസവും അങ്ങനെ എല്ലാ എവല്യൂഷനും അവർ ഈ ചർച്ച് പണിത് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ്ഡായിട്ടാണ് ഈ ചർച്ച്. ഇവിടെ എപ്പോഴും കുറേ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വന്നൊന്നും കല്യാണമൊന്നും ഇല്ല ഗൈസ്. ഇത് ചെറിയ ടൗൺ ആണേ ഈ കോമോ എന്ന് പറഞ്ഞാൽ. നമ്മളിനി ഇവിടുന്ന് പോകാൻ പോകുന്നത് ബെലാജിയോയിലോട്ടാണ്. ബെലാജിയോയിലോട്ട് ഇവിടുന്ന് നമുക്ക് ബസ്സുണ്ട്, ഫെറിയുണ്ട്. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ഫെറിയാണ്. ടിക്കറ്റ് എടുക്കാം, ഇവിടുന്ന് എടുക്കാം. ഇത് ഓൺലൈൻ എടുക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ, പക്ഷേ നമ്മളെടുത്തില്ല, ഇവിടുന്ന് എടുക്കാം. കോമോയിന്ന് ബെലാജിയോ അടുത്ത ടൗൺ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ടൗൺ ആണെന്നാണ് നമ്മൾ കേട്ടത്. ഇവിടെ നിന്ന് നമ്മളൊരു ഫെറി എടുത്തിട്ട്, ഫെറിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് നോർമലും ഒന്ന് എക്സ്പ്രസ്സോയും. എക്സ്പ്രസ്സോ കോഫി അല്ലേ, എക്സ്പ്രസ് അങ്ങനെ എന്തോ, അതായത് ഫാസ്റ്റ്. എനിക്കിപ്പോൾ വാക്ക് കിട്ടുന്നില്ല. അതിലോട്ടാണെങ്കിൽ നമ്മൾ നോർമലിനേക്കാളും പെർ ഹെഡ് ഒരാൾക്ക് അറൗണ്ട് €5 4 കൊടുക്കണം. പക്ഷേ അതാകുമ്പം മറ്റേതാണെങ്കിൽ ഏകദേശം 2 hour സംതിങ് ഉണ്ട്. ഇതാകുമ്പം ഒരു ഹവറിൻ്റെ അകം എത്തും എന്നാണ് നമ്മൾ കേട്ടത്. പോയി നോക്കാം. പിന്നെ ഇതിന് എപ്പോഴും ഇങ്ങനെ ഇല്ല കേട്ടോ. ഇതങ്ങനെ 1 hourൽ 1 അങ്ങനെയൊക്കെ ഉള്ളൂ. ഞങ്ങൾ 12 മണിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് 2:30 ഫെറിയാണ്. അപ്പം മണിക്കൂർ ഒന്നോ അങ്ങനെ എന്തേ ഇതുള്ളൂ. അതും ഇതിൻ്റെ ടിക്കറ്റുകളൊക്കെ പെട്ടെന്ന് പോകും. കാരണം എനിക്ക് തോന്നുന്നു മിക്കവരും ഓപ്റ്റ് ചെയ്യുന്നത് ഈ ഫാസ്റ്റ് എക്സ്പ്രസ് ഫെറിയിലാണ്. ബെലാജിയോ ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. ബെലാജിയോ എന്ന് പറയുന്നത് ലേക്ക് കോമോയുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ എന്താ പറയുക ടൗൺസിലൊന്നാണ്. ഇതിനെ പേൾ ഓഫ് ലേക്ക് കോമോ അല്ലെങ്കിൽ പേൾ ഓഫ് ദ ആൽപ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളുണ്ടല്ലോ എക്സ്പ്രസ് ഫെറിയാണല്ലോ എടുത്തത്. എന്നിട്ട് ഏകദേശം 45 മിനിറ്റ്. അയ്യോ, പക്ഷെ ഞാൻ ആദ്യമായിട്ട് എക്സ്പ്രസ് ഫെറിയിൽ പോകുന്നത് പോക്കരുത്. ഈ പേൾ ഓഫ് ദ ലേക്ക് കോമോ എന്നറിയപ്പെടുന്ന ബെലാജിയോ ടൗണ് ആക്ച്വലി ലേക്ക് കോമോ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഇൻ്റർസെക്ഷനിലാണ് ഈ ടൗൺ ഇരിക്കുന്നത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. എനിക്ക് ആക്ച്വലി ലേക്ക് കോമോൻ്റെ ഏരിയയെക്കാളും ആ കോമോ ഏരിയനേക്കാളും ഇഷ്ടമായി ബെലാജിയോ
ഏരിയ. പക്ഷേ നമ്മൾ വന്നത് ക്രിസ്മസ് ടൈമിലായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇവിടെ കുറേ കടകളൊക്കെ ക്ലോസ്ഡ് ആണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ്സും എനിക്ക് കുറച്ചും കൂടി ഒരു നമ്മൾ ഷിംലയിലൊക്കെ പോയൊരു വൈബാണ് ഇവിടെ തോന്നിയത്. ഈ ബെലാജിയോനെ ചുറ്റിപ്പറ്റി കുറേ മിത്സും ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറീസൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ അതിൽ ഒരു ഫേമസ് സ്റ്റോറിയാണ് ദ എറ്റേണൽ ലവ് സ്റ്റോറി ഓഫ് ബെലാജിയോ. ഇവിടെ ഒരു കപ്പിളുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരത്തി ഇവിടുത്തെ വലിയൊരു വീട്ടിലെ ഒരു പെൺകുട്ടിയും മറ്റേ ആൾ ഒരു ഫിഷർമാനുമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ സോഷ്യൽ ക്ലാസ്സിലെ ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം അന്നും അതൊക്കെ ഒരു വലിയ പ്രശ്നമായിരുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഫോഴ്സ്ഫുള്ളി കുട്ടീനെ നാട് കടത്തി. അതുപോലെ ഈ പുള്ളിക്കാരനാണെങ്കിൽ ആൾ തിരിച്ചു വരും എന്ന് വെച്ചിട്ട് അങ്ങനെ അവർ രണ്ടുപേരും പിന്നെ ഇല്ല. അങ്ങനെ ഇന്നത്തെ ഇവരുടെ മുത്തശ്ശി കഥകൾ പറയണ ഇപ്പോഴും ഇവിടെ നിലാവുള്ള രാത്രികളിലൊക്കെ അവരുടെ ആത്മാക്കൾ വന്നിട്ട് മീറ്റ് ചെയ്തു പോകും എന്നൊക്കെ പറയുന്ന ചില ഇൻട്രസ്റ്റിംഗ് മിത്സും ഈ ടൗണിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ യോളോ ഗപ്പി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബെലാജിയോയിൽ നിന്ന് വാരണയിലോട്ടാണ്. ഓൾമോസ്റ്റ് 15 മിനിറ്റുള്ള ഒരു ഫെറി റൈഡാണിത്. നമുക്ക് ചുറ്റുമുള്ളത് ഇറ്റാലിയൻ ആൽപ്സ് ആണ്. കോമോയിൽ നിന്നും ബെലാജിയോയിലോട്ട് വരുന്ന പോലെയല്ല, ഇവിടെ നിന്ന് നമുക്ക് വാരണയിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഫെറീസ് ഉണ്ട്. പിന്നെ ഈ കോമോയുടെയും വാരണയുടെയും ഇടയ്ക്ക് ഇവിടുത്തെ റെസിഡൻസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഫെറീസാണ് ഇത് മിക്കതും. അത് കാരണം തന്നെ ടൂറിസ്റ്റ് മാത്രമല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുട്ടി കുട്ടി സ്റ്റോപ്സും കാണാം കേട്ടോ. മിലനിൽ നിന്ന് ലേക്ക് കോമോ കാണാൻ വരുന്നവർ ചൂസ് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ആണ്. ഒന്ന്, അവർ മിലാനിൽ നിന്ന് ആദ്യം കോമോ വന്നിട്ട് ലാസ്റ്റ് വാരണ ടു മിലാൻ ചെയ്യുന്ന പോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾട്ട വാരണയിൽ നിന്ന് നിങ്ങൾ മിലാനിലോട്ട് പോവുകയാണെങ്കിൽ ഡിയർ പാസഞ്ചേഴ്സ്, നിങ്ങൾ ലാസ്റ്റ് ട്രെയിനിൻ്റെ ടൈം ചെക്ക് ചെയ്യണം. പിന്നെ കുറച്ച് തിരക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മളിവിടെ വന്ന ടൈം ഇത്തിരി റോങ് ആയിരുന്നു. കാരണം നമ്മൾ എത്തിയപ്പോൾ 6 മണിയായിരുന്നെങ്കിലും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അത് വിൻ്റർ ആയതുകൊണ്ടും പിന്നെ ക്രിസ്മസ് ടൈം അല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അധികം നമുക്ക് വാരണ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ബെലാജിയോ പോലെ തന്നെ വാരണയിലും ഒരുപാട് കഥകളുണ്ട് കേട്ടോ. അതിൽ ഫേമസ് ആയ 2 മുത്തശ്ശി കഥകളൊന്നാണ് ദ കേഴ്സ്ഡ് ബെൽ ഓഫ് വാരണ. ഇവിടുത്തെ സാൻ ജിയോർജിയോ ചർച്ചിൽ ഒരു ചർച്ച് ബെൽ ഉണ്ടായിരുന്നു. അത് ഈ കടൽ കൊള്ളന്മാർ മോഷ്ടിച്ചിട്ട് ഈ ലേക്കിലോട്ട് എറിഞ്ഞു. ഇന്നും ഉണ്ടല്ലോ കൊടുങ്കാറ്റും പേമാരി നടക്കുമ്പോൾ ഇവിടുത്തെ ഫിഷർമെന് ഈ കടലിൻ്റെ അടിയിൽ നിന്ന് ഈ ബെല്ല് റിങ് ചെയ്യുന്ന ഇപ്പോഴും കേൾക്കാനാണ് ഒരു കഥ. അതുപോലെ വേറൊരു ഫേമസ് കഥയാണ് ഗോസ്റ്റ് ഓഫ് കാസ്റ്റെല്ലോ ഡി വെസിയോ. നമ്മുടെ ബവേറിയൻ പ്രിൻസസ് ആയിരുന്ന ക്വീൻ തിയോഡെലിൻഡ പുള്ളിക്കാരത്തിയുടെ അന്ത്യനാളുകൾ ഇവിടുത്തെ കൊട്ടാരത്തിലാണ് കഴിഞ്ഞത്. പുള്ളിക്കാരത്തിയുടെ പ്രേതം ഇപ്പോഴും ഈ കൂടെയൊക്കെ കാസ്റ്റെല്ലാം നടക്കുന്നുണ്ട് എന്നാണ് വേറൊരു വിശ്വാസം. അതുകൊണ്ട് എല്ലാ കൊല്ലവും ആർട്ടിസ്റ്റുകൾ ഇവിടുത്തെ ഗാർഡനിൽ ഗോസ്റ്റ് ലൈക്ക് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കും പുള്ളിക്കാരത്തിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാരണയിൽ നിന്ന് അവസാനത്തെ ട്രെയിനും പിടിച്ച് വാരണ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റാത്ത സങ്കടത്തിൽ നമ്മൾ ടാറ്റ പറഞ്ഞു.